ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ഓപ്ഷൻ തന്നു കേട്ടോ. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് BSc നഴ്സിംഗ് ഓർ BSc MLT എന്നുള്ളത്. സയൻസ് +2+1 സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നവർ, ബയോളജി സയൻസ് എടുത്തവർക്ക് BSc MLTയും BSc നഴ്സിംഗും ചൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും നല്ല ഗുഡ് പ്രൊഫഷൻസ് ആണ്. നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉള്ളൊരു പ്രൊഫഷൻസാണ് രണ്ടും. BSc നഴ്സിംഗും BSc MLTയും രണ്ടും 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് ബെറ്റർ ചോയ്സ് എന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ രണ്ടിലും അത്യാവശ്യം 2 കരിയറിനും 2 കോഴ്സിനും പഠിച്ചവർക്കും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. BSc MLTയുടെ കാര്യമാണെങ്കിൽ അറിയാം, ഒരു ലാബ് വരുമ്പോൾ അത് എത്രത്തോളം ജോലിക്കാരുണ്ടാവുമെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഓരോ വർഷം തോറും ഒരുപാട് ലാബുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രോഗങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് ടെസ്റ്റുകളും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലാബ് എന്നൊരു ഫെസിലിറ്റി എല്ലാവരും ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വർക്ക് ചെയ്യേണ്ട വർക്കേഴ്സിന് ആവശ്യമാണ്. അപ്പോൾ മെയിനായിട്ട് ലാബിൽ BSc MLT കഴിഞ്ഞവർക്കും DMLT ഡിപ്ലോമ MLT കഴിഞ്ഞവർക്കും അങ്ങനെ ഡിപ്ലോമ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞവരാണ് അങ്ങനെയുള്ള ലാബിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ BSc MLT പഠിച്ചവർക്കും ഇങ്ങനെ ലാബിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സായ BSc നഴ്സിംഗ് പഠിച്ചവർക്ക് ഹോസ്പിറ്റലിലും മറ്റു കാര്യങ്ങളിലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ്. ഒരു ശതമാനമെങ്കിലും BSc MLTയേക്കാളും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ടുള്ളത് BSc നഴ്സിങ്ങിനാണ്. BSc നഴ്സിംഗ് വർക്ക് ചെയ്യുന്ന ക്ലിനിക്സിലും ഹോസ്പിറ്റൽസിലൊക്കെയാണ്. BSc MLT പഠിച്ചവർ ലാബ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ എത്രത്തോളം ഒരു ഹോസ്പിറ്റലിൽ ഒരു 10 നഴ്സുമാരുണ്ടെങ്കിൽ ഒരു 6 MLTക്കാരായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നേ ഉള്ളൂ. പക്ഷേ രണ്ടിനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് നഴ്സുമാരെയാണ്. MLTക്കാരെ വെച്ച് നോക്കണമെങ്കിൽ വളരെ കുറച്ച് ശതമാനം മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. പഠിക്കുന്ന കാര്യമായാലും ഒരുപാട് കാര്യങ്ങൾ സെയിം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അനാട്ടമി, ഒരു ബോഡി അനാട്ടമിയൊക്കെ നഴ്സിങ്ങിന് പഠിക്കുന്ന പോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്താണ് MLTക്കാരും പഠിക്കേണ്ടത്. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അത്യാവശ്യം സെയിം ആണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിൽ വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് BSc MLTക്കും BSc നഴ്സിങ്ങിനും ഉണ്ട്. ഒരിക്കലും BSc MLTക്ക് പഠിച്ചവർക്ക് പിന്നീട് പഠിച്ചു കഴിഞ്ഞ് ജോബില്ലാതെ നിൽക്കേണ്ടി ഒരിക്കലും വരില്ല. ആ ഒരു പഠിക്കുന്ന കോഴ്സിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്കും BSc MLT എന്ന കോഴ്സ് കഴിഞ്ഞ് വെറുതെ നിൽക്കേണ്ടി വരില്ല. അതുപോലെ തന്നെയാണ് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുന്ന BSc നഴ്സിംഗ് പഠിച്ചവർക്കും ഒരിക്കലും പഠിച്ചു കഴിഞ്ഞ് വെറുതെ നിൽക്കേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ടാവുകയില്ല. 2 പഠിച്ചാലും നല്ലൊരു കരിയർ എന്തായാലും എത്തിപ്പെടാൻ പറ്റുന്നതാണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് എന്നിട്ട് ചേച്ചി BSc നഴ്സിംഗ് വേണോ BSc MLT വേണോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്.